കം ലെറ്റ്സ് ടേസ്റ്റ് സം ബ്ലൂബെറീസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാനൊരു ഡെസേർട്ട് ലവർ ആയതുകൊണ്ട് എൻ്റെ ഫീഡ് നിറയെ ഈ ഐസ്ക്രീംസും ഡെസേർട്ട്സും കേക്സിനൊക്കെ റീൽസ് ആയിരിക്കും. അതിൽ ഫുള്ള് നോക്കിയാൽ കാണാം ഒന്നെങ്കിൽ സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി. ഇത് രണ്ടും കൊണ്ട് ഭയങ്കര കളിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും സുലഭമായിട്ട് കിട്ടില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. നമുക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇന്ന് രണ്ടും കൽപ്പിച്ച് വാങ്ങിയത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ എനിക്ക് ബ്ലൂബെറി ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. ബ്ലൂബെറി ഫ്ലേവർ ഐസ്ക്രീംസിലെ ബ്ലൂബെറി ഫ്ലേവർ ഇഷ്ടമാണ്. അതേപോലെ ചീസ് കേക്കിലെ ബ്ലൂബെറി ചീസ് കേക്ക് ഐ ലവ് ദാറ്റ്. പക്ഷേ ഇതൊന്നും ഞാൻ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതല്ല, പ്യോർലി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ്. സോ ലെറ്റ്സ് ടേസ്റ്റ്. ഇതാണ് സംഭവം. സി ബ്ലൂബെറി. സോ ഐ വിൽ ടേസ്റ്റ്. ഇങ്ങനെയാണോ ബ്ലൂബെറീസ് ടേസ്റ്റ് ചെയ്യുക? പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം അതേപോലെ ചീസ് കേക്ക് ഒക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെയല്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഇതിപ്പോൾ സാധാരണ എനിക്കൊരു മുന്തിരി കഴിക്കുന്ന ഫീലേ ഉള്ളൂ. ഇതിന് വേറെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ ബ്ലൂബെറീസിലായിരുന്നു? ഇതെന്തായാലും നമ്മുടെ ഐസ്ക്രീം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചീസ് കേക്ക് കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ അല്ല എനിക്ക് തോന്നുന്നത്. എന്നെ പറ്റിച്ചതാണോ? അത് ബ്ലൂബെറി എന്നല്ലേ ബ്ലൂബെറീസ് ഗൈസ്? 2 ദിവസമായി വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് അതുകൊണ്ട് ടേസ്റ്റ് മാറിയതാണോ? ഐ ഡോണ്ട് നോ. ബട്ട് ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയല്ല ബ്ലൂബെറീസ് ടേസ്റ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചീസ് കേക്കിലൊക്കെ കഴിക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് ഹൗ ബ്ലൂബെറി ടേസ്റ്റ്. എന്നാലും കുഴപ്പമില്ല. ഐ ലൈക്ക് ഇറ്റ്. നോ, ഐ ഡി നോട്ട് ലൈക്ക് ഇറ്റ്. എനിവേസ് this is not how I thought it to be. It's okay. Cash away. Bye bye.